ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 30-ാം തീയതി നാം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു. ഈ തീയതി വരെ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ പുണ്യങ്ങളെയും ഈ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവയെയും പറ്റി ധ്യാനിച്ച ശേഷം ഈ അവസാന ധ്യാനത്തിൽ മിശിഹായുടെ ദിവ്യഹൃദയം തൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നേരെ നാം ഭക്തരായിരിക്കാൻ അത്യന്തം ആഗ്രഹിക്കുന്നുവെന്നതിന്മേൽ സംക്ഷേപമായി ധ്യാനിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോയോടുള്ള ചേർച്ച പോലെ വേറെ യാതൊരു സൃഷ്ടികൾക്കും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ബർണാദ് പുണ്യവാൻ പ്രസ്താവിക്കുന്നത് പോലെ കന്യാശ്രീ മറിയം നിത്യവചനത്തിൻ്റെ മാതാവാകുന്നതിനു സമ്മതം കൊടുത്ത ആ ക്ഷണം മുതൽ ഭൂമിയുടെ മേൽ അധികാരത്തിനും ലോകപരിപാലനയ്ക്കും സമസ്ത സൃഷ്ടികളുടെയും മേൽ ഭരണത്തിനും യോഗ്യയായിത്തീർന്നു. ഈശോ മിശിഹായുടെയും മറിയത്തിൻ്റെയും മാംസം ഒന്നായിരിക്കയിൽ പുത്രൻ്റെ ഭരണത്തിൽ നിന്ന് അമ്മയെ വേർതിരിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ രാജമഹിമ പുത്രനും അമ്മയ്ക്കും പൊതുവായി ഞാൻ വിചാരിക്കുന്നു. അത് ഒന്നു തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബർണാർദിനോ ദേസേന എന്ന പുണ്യവാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സൃഷ്ടികൾ എത്രയായിരിക്കുന്നുവോ അവയെ ഒക്കെയും കന്യാസ്ത്രീ ദൈവമാതാവിനെയും ശുശ്രൂഷിക്കുന്നു എന്നും അപ്രകാരം തന്നെ മാലാഖമാരും മനുഷ്യരും ആകാശത്തിലും ഭൂമിയിലും ഉള്ള സമസ്ത വസ്തുക്കളും ദൈവാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കന്യാസ്ത്രീ ദൈവമാതാവിനും അധീനങ്ങളായിരിക്കുന്നു വെന്നു പറയുന്നു. എന്നു തന്നെയല്ല, റുഹായുടെ പ്രവൃത്തിയാൽ പരിശുദ്ധ കന്യകയായ അമലോത്ഭവ മറിയത്തിനും പിറന്ന ക്ഷണം മുതൽ ഈശോ തൻ്റെ മാതാവിനെ ഇടവിടാതെ കീഴ്വഴങ്ങി അവിടുത്തെ കൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്നു. അത്ഭുതത്തിനുള്ള സമയം വന്നില്ല എന്നു പറയുന്നെങ്കിലും ഈശോ തൻ്റെ അമ്മയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതിയും ആരാജ്ഞയെ ബഹുമാനിക്കുന്നതിനായിട്ടും മറിയത്തിൻ്റെ അപേക്ഷ പ്രകാരം അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കുന്നു. ഈ സംഭവത്തിൽ നിന്ന് മതദോഷികളുടെ അഭിപ്രായ പ്രകാരം ഈശോ തൻ്റെ മാതാവിൻ്റെ അപേക്ഷയും ആഗ്രഹത്തെയും നിർവർത്തിക്കാതിരിക്കുകയില്ല. പ്രത്യുത ഈ നാഥയുടെ നേരെ ഭക്തിയും സ്നേഹവും കാണിച്ചു സകല സന്തതികളെ കൊണ്ടും അവളെ ഭാഗ്യവതിയെന്ന് വിളിക്കുവാൻ ഇടയാക്കിയെന്നതാണ് വിഷാദമാകുന്നത്. ദിവ്യ രക്ഷകനായ ഈശോ സ്വയം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഹാരമായി തന്ന ശേഷം കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ മാതാവിനെ തന്നെ നമുക്ക് മധ്യസ്ഥയും നാഥയുമായി തരുന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കിൽ വിശുദ്ധ യോഹന്നാനെ നോക്കി പരിശുദ്ധ കന്യയെ കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്നും തൻ്റെ അമ്മയെ നോക്കി സ്ത്രീയെ ഇതാ നിന്റെ പുത്രൻ എന്നും അരുളി ചെയ്തു. തൽക്ഷണം മുതൽ മനുഷ്യവർഗം മുഴുവനെയും ഉദ്ദേശിച്ച് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് സകല മനുഷ്യനും ഈ പരിശുദ്ധ കന്യയുടെ പുത്രന്മാരും അവിടുന്ന് സകല ജനങ്ങളുടെയും മാതാവും മധ്യസ്ഥയുമായി തീരുന്നു. ഇവയിൽ നിന്ന് ദിവ്യരക്ഷകനായ ഈശോ മിശിഹായ്ക്കു തൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും അവർണ്ണനീയമെന്നു തെളിയുന്നില്ലയോ? മിശിഹ കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിനെ സകല ദൃഷ്ടികളെയും അധികമായി ഏവരും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഈശോയുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നു തന്നെ വ്യക്തമാകുന്നില്ലയോ? പരിശുദ്ധ ജനനിയെ സകല ജനങ്ങളുടെയും മധ്യസ്ഥയും നാഥയുമായി നമുക്ക് തന്നിരിക്കയിൽ നമ്മുടെ ആശ്രയവും ശരണവും ഈ അമ്മയായിരിക്കുന്നുവെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. മിശിഹായുടെ ദിവ്യഹൃദയത്തിലെ അനുഗ്രഹങ്ങളെയും നിക്ഷേപങ്ങളെയും ലഭിക്കുവാൻ പരിശുദ്ധ കന്യക വഴിയായി അപേക്ഷിക്കുന്നത് ഈ ദിവ്യഹൃദയത്തിന് ഏറ്റവും പ്രസാദിക്കുന്ന ഒരു സംഗതിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ സകലതും മറിയം വഴിയായി അപേക്ഷിക്കുന്നുവെങ്കിൽ
ലഭിക്കാതെ വരികയില്ലെന്ന് ബർണാദ് പുണ്യവാൻ പഠിപ്പിക്കുന്നു. ആയതിനാൽ മിശിഹായുടെ ദിവ്യാനുഗ്രഹങ്ങളെ ധാരാളമായി കൈക്കൊള്ളുവാനും അവിടുത്തെ പ്രീതി സമ്പാദിപ്പാനും പരിശുദ്ധ കന്യാമറിയത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നു എന്നു ധരിച്ചു തദാനുസരണം പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ജപം. ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാഭാവിയായ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കൽ എൻ്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വെക്കാതിരിക്കുന്നതെങ്ങനെ? സ്നേഹം നിറഞ്ഞ ഈശോയെ, എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധരുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തുപിതാവായ മാറിയോസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ, മറിയം, യൗസേപ്പെ, നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈയേൽപ്പിക്കുന്നു എന്നു ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്സാവത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തള്ളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസഭയെ അറിഞ്ഞ് ഏകയിടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദൈവഹൃദയത്തിനാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി വരച്ചിരിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ തിരുഹൃദയലുത്തിരിയ കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന വാമരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റുവാവിശാമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന ശുദ്ധ തീർത്ഥമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കന്യാശ്രീ മാതാവിൻ്റെ തിരുദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉറവാക്കപ്പെട്ട ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തോടെ കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആനന്ദമഹിമയുള്ള ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവവാനും മോക്ഷവാതിലുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നിച്ചൂളയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സകല വീഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ പൂർണ്ണതയ്ക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന് വളരെ പ്രസാദിച്ചായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാം സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണതയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യ പർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയും അതിഥേയവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരബലിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്ദങ്ങളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാവങ്ങൾക്ക് പരിഹാരബലിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലാപാവങ്ങൾ നീക്കുന്ന ദിവ്യചമ്രാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കണമേ. ഭൂലാപാവങ്ങൾ നീക്കുന്ന ദിവ്യചമ്രാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലാഭാവങ്ങൾ നീക്കുന്ന ദൈവചമ്രാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാധുശീലനും ഹൃദയളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായ അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാവരികാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റുഹായുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ശംശായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകണമേ. ആമേൻ. സുഹൃത ജപം. തിരുഹൃദയത്തിനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയത്തോടെ അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയം വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്നു പ്രതിജ്ഞ ചെയ്യുക.